സംഭവിക്കുക, അത് അവിടെയും സംഭവിച്ചിട്ടുണ്ടാവാം, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ അവിടെ അക്രമ സംഭവങ്ങൾ ആരംഭിക്കുന്നത് ആരാണ്? അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ആരാണ്? മുസ്ലിം ലീഗ് അല്ലേ? മുസ്ലിം ലീഗ് വിചാരിച്ചാൽ അവിടെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കില്ലേ? സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇവിടെ പറഞ്ഞു സാർ, ബി ജെ പിയെ എതിർക്കാൻ സത്യസന്ധമായി ഞാൻ ഈ സഭയിലെ അംഗങ്ങളോട് ചോദിക്കുന്നത്, ആർക്കാണ് സത്യസന്ധമായി ആത്മാർത്ഥമായി ബി ജെ പിയെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ കഴിയില്ല എന്ന് പറയാൻ സാധിക്കുക? കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ബി ജെ പിയെ എതിർക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ തങ്ങളുടെ അധികാര രാഷ്ട്രീയത്തിന് അവർ വെല്ലുവിളിയാകും എന്ന് വന്നപ്പോൾ എതിർത്തു. പക്ഷെ അപ്പോഴും ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തെ നഖശിഖാന്തം എതിർക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിഴവ് സംഭവിച്ചു. അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് സാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ ഒഴുകിപ്പോകുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാളും ബി ജെ പിയിലേക്ക് പോകാത്തത്. സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അവന്റെ ചെവിയിൽ ബാങ്കുലിനാദമാണ് ഉയർത്താറ്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്ര വിരുദ്ധതയാണ് അവിടെ ആലപിക്കാറ്, ആ കുടുംബത്തിലെ അംഗത്തിന് ചൊല്ലിക്കൊടുക്കാറ്. അതുകൊണ്ടാണ് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള യുദ്ധം ആർ എസ് എസിനെതിരായി നടത്തുന്നതിൽ കോൺഗ്രസും ലീഗും യു ഡി എഫിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതല്ലേ സാർ യാഥാർത്ഥ്യം? സാർ, കണ്ണൂരിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം കണ്ണൂരിൽ വിളിക്കുകയുണ്ടായി മുഖ്യമന്ത്രി സ്ഥാനത്ത്. അതിന്റെ തലേ ദിവസം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ആർ എസ് എസ് നേതാക്കളും മുഖ്യമന്ത്രിയും എല്ലാം യോഗം ചേർന്നു. സാർ 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 തീർന്നില്ല സാർ സാർ പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, പലരും പറയാറുണ്ട് പലരും പറയാറുണ്ട് കേരളത്തിലെ ബി ജെ പിക്കാർ അത്ര മോശക്കാരല്ല, ഗുജറാത്തിലെ ബി ജെ പിയെ പോലെയല്ല, മഹാരാഷ്ട്രയിലെ ബി ജെ പിയെ പോലെയല്ല, ഇവിടെ ബി ജെ പിക്കാർ മര്യാദക്കാരാണെന്ന് പലരും പറയുന്നത്, പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് സാർ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. സാർ ബി ജെ പിയെ കേരളത്തിൽ മര്യാദക്കാരാക്കിയത് ആരാണ്? എങ്ങനെയാണ് അവർ മര്യാദക്കാരായത്? ഇന്ത്യ മൊത്തമുള്ള ആർ എസ് എസുകാർ അവരുടെ ബൈബിളായിട്ട് അംഗീകരിക്കുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ്, ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകമാണ്. കേരളത്തിലെ ആർ എസ് എസുകാരും ബി ജെ പിക്കാരും അതിനെ തന്നെയാണ് അവരുടെ ബൈബിളായിട്ട് കാണുന്നത്. 1971 കാര്യം ഇവിടെ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആർ എസ് എസും തമ്മിലുള്ള സംഘർഷം ഈ കേരളത്തിൽ ആരംഭിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ആപ്പീസ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസുകാർ വന്നതിന്റെ പശ്ചാത്തലത്തിലല്ല. ബാബറി മസ്ജിദ് തകർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ അധികാരത്തിൽ ബി ജെ പി വന്നതുപോലെ കേരളത്തിൽ മതധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് 1971 തലശ്ശേരിയിൽ ഒരു മുസ്ലിം പള്ളി തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെ നെഞ്ചൂക്കോടുകൂടി നേരിട്ടാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷി ഉണ്ടായത് ആർ എസ് എസുമായിട്ടുള്ള സംഘർഷത്തിൽ. അവിടെ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് ആർ എസ് എസ് സംഘടനം തുടങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആർ എസ് എസ് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. കാരണം അത് അംഗീകരിച്ചാൽ അവരുടെ പ്രത്യയശാസ്ത്രത്തിന് ഈ നാട്ടിൽ വിലയുണ്ടാവില്ല എന്ന് ആരെക്കാളും അധികം അവർ മനസ്സിലാക്കി. സാർ, കമ്മ്യൂണിസ്റ്റ് വിരോധം അത്ര പ്രകടിപ്പിക്കാൻ പുതിയ കാലത്ത് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്
ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഈ സഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോകുന്നത്. യാഥാർത്ഥ്യം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാൻ വർത്തമാനകാലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തീർത്തും അറിയാം. അതുകൊണ്ടാണ് കേരള നിയമസഭയിൽ അംഗമായി ഈ 4 വർഷം തുടരുന്നതിനേക്കാൾ BJP വിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ച് മതേതര കക്ഷികളുടെ കൂട്ടായ്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ നല്ല ഇടം ഡൽഹിയാണ് എന്നുള്ള തിരിച്ചറിവാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു മനോഗതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സാർ അങ്ങ് സംസാരിക്കും. സാർ അനിൽ സാർ 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 പ്ലീസ് പ്ലീസ്. ബഹുമാന്യനായ സമയം ഒരുപാടായി. ബഹുമാന്യനായ അനിൽകുമാർ ഇവിടെ ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. വളരെ ക്രിയാത്മകമായിട്ടാണ് അദ്ദേഹം ഈ ഭേദഗതിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. സാർ, കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസ് വിരോധം, സാർ കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസ് വിരോധത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ശ്രീ അനിൽകുമാർ തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. സാർ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ് വിരോധം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ നയപരിപാടികളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എതിർത്തു പോന്നിട്ടുള്ളത്. സാർ, 1ാം UPA സർക്കാർ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു സംഭവം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അന്ന് 1ാം UPA സർക്കാരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെന്റ് വരേണമോ വേണ്ടയോ എന്നുള്ളതാണ്. വരേണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു പ്രശ്നം. ഞാൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വഴങ്ങാവുന്ന സാഹിബേ, അത് അങ്ങയുടെ ഒരു ഒറ്റമൂലിയാണ്. അങ്ങേ പോലെ പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയൻ പ്രയോഗിക്കരുത്. ഞാൻ പോയിന്റ് പറയാം. മിനിസ്റ്റർ പ്രസംഗം അവസാനിപ്പിച്ചോട്ടെ. ഇല്ല, അല്ല, പോയിന്റ് ഓഫ് ഓർഡർ. അല്ല, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കമ്മ്യൂണിസ്റ്റുകാരനല്ല. പക്ഷേ ഇവിടെ ആരിഫും അബ്ദുൽ ഖാദറും കമ്മ്യൂണിസ്റ്റുകാരാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കുട്ടി ജനിച്ചാൽ അവരുടെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുന്നത് ആദ്യം പോയിന്റ് ഓഫ് ഓർഡറാണ്. പോയിന്റ് ഓഫ് ഓർഡറാണ്. പോയിന്റ് പറയൂ 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 പറയൂ. അദ്ദേഹം പറഞ്ഞു ഞാൻ പറയട്ടെ. പോയിന്റ് ഓഫ് ഓർഡർ. എനിക്ക് സ്പീക്കർ സമയം തന്നു. പറയൂ പറയൂ. മറുപടി പറയണ്ട, ഇങ്ങോട്ട് പറയൂ. അല്ലല്ല സർ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ല, അവിടെ എനിക്ക് പ്രശ്നമില്ല. ആരിഫും അതുപോലെ തന്നെ KV അബ്ദുൽ ഖാദറൊക്കെ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരാണ് സർ. അപ്പൊ അവരുടെ മക്കളൊക്കെ ചെവിയിലേക്ക് കുഞ്ഞ് ജനിച്ചാൽ ഊതിക്കൊടുക്കുന്നത് ബാങ്കാണോ അതല്ല RSS വിരോധമുള്ള മന്ത്രാണോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, പോയിന്റ് പറയട്ടെ. എന്താണ് ഈ പറയുന്നത്? അങ്ങനെ അത് അല്ല എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ അവർ തിരുത്തട്ടെ. അല്ല എന്ന്. അതുകൊണ്ട് മന്ത്രി പറഞ്ഞത് അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞത് ഓർഡറിലാണോ എന്നാണ് എനിക്ക്. പ്ലീസ്, ഇതൊന്നും ശരിയല്ല. അതാണ് പോയിന്റ്. ഇത് ഇമാരി ഒറ്റമൂലി പ്രയോഗം ശരിയല്ല. സാർ മിനിസ്റ്റർ സംസാരിക്കുന്നത് ഈ സഭയിലെ അംഗങ്ങളെ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് സംസാരിക്കുന്നത് ശരിയല്ല സാർ. അതാണ് സാർ ഒഴിവാക്കേണ്ടത്. അതവരുടെ മിനിസ്റ്റർ സംസാരിക്കൂ. ഞാനിവിടെ ഏതെങ്കിലും ആളുകളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനല്ല ശ്രമിച്ചത്, ഒന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉമ്മർ സാഹിബാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ആ ശ്രമം വേണ്ട എന്നാണ് പറഞ്ഞത്. സാർ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ് വിരോധം ഇല്ല സാർ. കോൺഗ്രസിന്റെ നയങ്ങളോടും പരിപാടികളോടും മൃദുല ഹിന്ദുത്വ സമീപനത്തോടുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിയോജിച്ചിട്ടുള്ളത്. 1ാം UPA സർക്കാർ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വരണമോ വേണ്ടയോ എന്നുള്ളതിനേക്കാൾ വലിയ പ്രശ്നമായി അന്ന് നിലനിന്നത് സോണിയാഗാന്ധി. അവർ ഇറ്റലിയിൽ ജനിച്ചു. അതുമായി ബന്ധപ്പെട്ട വിവാദമാണ് BJP ഉയർത്തിക്കൊണ്ടുവന്നത്. എല്ലാവരും പകച്ചു നിന്ന ഒരു ഘട്ടത്തിൽ ഇറ്റലിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സോണിയക്ക് അവകാശമില്ല എന്നുള്ള വാദത്തെ അതിശക്തമായി ഖണ്ഡിച്ചുകൊണ്ട് രംഗത്ത് വന്നത് CPIM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷ നേതാക്കന്മാരായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അന്ന്
ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കോൺഗ്രസിന് ലഭിച്ച വലിയൊരു ധാർമ്മിക പിന്തുണയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കിട്ടിയത്. ആ ധാർമ്മിക പിന്തുണയുടെ പിൻബലത്തിലാണ് സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം വേണ്ടെന്ന് പോലും തീരുമാനിച്ചത് എന്നുള്ളത് മറക്കരുത് ആരും. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിനോട് ഒരു വിരോധവുമില്ല. കോൺഗ്രസിന്റെ നയപരിപാടികളോട്, മൃദുല ഹിന്ദുത്വ സമീപനങ്ങളോട് ശക്തമായി വിയോജിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു. സാർ, രാഷ്ട്രീയം ഇതിലേക്ക് കടന്നു വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ബില്ലിന്റെ ചർച്ചയിൽ രാഷ്ട്രീയവും പറയേണ്ടി വന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭേദഗതി ബില്ല് ഞാൻ ഏകകണ്ഠമായി പാസാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു.